എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ, പരീക്ഷണമല, ജേബൽ കൊറന്താൾ. പദം സൂചിപ്പിക്കുന്നത് പോലെ ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച സ്ഥലം. സുവിശേഷകന്മാരെല്ലാവരും പറയുക, മാമോദീസ കഴിഞ്ഞ ഉടനെ ആത്മാവ് അവിടുത്തെ മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ അവിടുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ പ്രലോഭകൻ അവന്റെ അടുത്തെത്തി. ഈ രംഗമാണ് നമ്മളിവിടെ ഓർക്കുക. മാമോദീസ സ്ഥലത്ത് നിന്ന് നോക്കിയാൽ ആദ്യം കാണുന്ന ഏറ്റവും ഉയരം കൂടിയ മല ജെറീക്കോയുടെ ഒരറ്റത്താണിത്. ജെറീക്കോ പട്ടണത്തിലൂടെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കുക ബർത്തിമേയൂസ് അന്ധയാചകൻ, അത് കഴിഞ്ഞ് സിക്കമൂർ മരത്തിൽ കയറിയിരുന്ന സക്കേവൂസ്, അതിനടുത്ത് തന്നെയാണ് റോമൻ വഴികളെ സൂചിപ്പിക്കുന്ന മൈൽ സ്റ്റോൺ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ മുന്നോട്ട് പോയാൽ ആദ്യം ചെല്ലുക ടെൽ എസ് സുൽത്താൻ. ഒരു വലിയ മണൽ കൂമ്പാരം പോലെ നമുക്ക് തോന്നുമെങ്കിലും ലോകത്തിലെ ഇന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴയ നഗരത്തിന്റെ അവശിഷ്ടങ്ങളുള്ള സ്ഥലമാണത്. ജോഷുവായുടെ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ ആദ്യം കീഴടക്കുന്ന നഗരം, ചുറ്റും ഘോഷയാത്ര നടത്തി കുഴലൂതി മതിൽ വീഴുന്ന നഗരം. BC 800 നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ വരെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. 1930കളില് മിസ്കെനിയൻ തട്ടുതട്ടായിട്ടുള്ള ഉത്ഖനനം കണ്ടെത്തിയ സ്ഥലമാണത്. അതിന്റെ തൊട്ടടുത്ത് ഐൻ എൽ സുൽത്താൻ, 5-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ ഏലീഷായുടെ പള്ളി ഉണ്ടായിരുന്ന സ്ഥലം. എന്ന് പറഞ്ഞാൽ ജെറീക്കോയിലെ ഉറവ. ഏലീഷ പ്രവാചകൻ അവിടെ വന്നപ്പോൾ മലിനമായ വെള്ളം നഗരം ഫലശൂന്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉപ്പിട്ട് ജലം ശുദ്ധീകരിച്ച് ജെറീക്കോയെ ഫലപുഷ്ടമാക്കിയതിന്റെ ഓർമ്മയാണവിടെ. അവിടെ നിന്ന് കേബിൾ കാറുണ്ട് ഈ പരീക്ഷണ മലയിലേക്ക്. അതല്ലെങ്കിൽ മുൻപോട്ട് അല്പം കൂടി പോയി ഇടത്തോട്ട് തിരിഞ്ഞ് ചെന്നു കഴിഞ്ഞാൽ കച്ചവടക്കാരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും തീർത്ഥാടകരെ. അവിടെ നിന്ന് ഇറങ്ങി നടക്കാം പരീക്ഷണ മലയിലേക്ക്. മല കയറുന്നത് ഒരു 170 മീറ്റർ മുകളിലോട്ട് കയറിയാൽ ഈ പാറക്കെട്ടിന്റെ നടുക്കാണ് അതിമനോഹരമായിട്ടുള്ള ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ ആശ്രമ ദേവാലയം. ഈ ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് 13 സ്റ്റെപ്പുകൾ മുകളിലോട്ട് കയറിയാൽ ഒരു കപ്പേളയുണ്ട്. ഈ കപ്പേളയിലെ ഒരു കൽഫലകം, ഈ കല്ലാണ് കർത്താവ് 40 ദിനരാത്രങ്ങൾ തപസ്സിരുന്ന സ്ഥലമായിട്ട് അനുമാനിക്കുക. അവിടെ അതിന്റെ അൾത്താരയും അതിന്റെ പിന്നില് ഗ്രീക്ക് ഐക്കണുകളുമുണ്ട്. ഒന്നാമത്തെ പരീക്ഷണം നടന്ന സ്ഥലം, പ്രലോഭകൻ വന്ന് കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാൻ അവനോട് ആവശ്യപ്പെട്ട സ്ഥലം. ഈ കുന്നിന്റെ ഏറ്റവും മുകളിലേക്ക് കയറിയാൽ അവിടെയും ഒരു ആശ്രമമുണ്ട്. ഈ ആശ്രമം കുരിശുദ്ധ കാലഘട്ടത്തിൽ കബറിടപ്പള്ളിയിലെ സന്യാസികൾ താമസിച്ചിരുന്നതാണ്. പക്ഷെ മുകളിലുള്ളത് വിശുദ്ധ കരിത്തോൺ 340കളിൽ താമസിച്ചിരുന്ന ആശ്രമ ദേവാലയം. മക്കബേയരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്ന ദൂക്ക്, സൈമണും മക്കൾ മത്താത്തിയാസും ജൂദാസും കൂടി തോളമി വിരുന്നിന് ക്ഷണിച്ച് ഭക്ഷണം കഴിയുമ്പോൾ അവരെ വധിക്കുന്ന സംഭവം ഓർക്കുന്നത് ഈ ദൂക്കിലാണ്. ഇവിടെ ആശ്രമമുണ്ടായിരുന്നു. 1895 ഗ്രീക്കുകാർ ഈ താഴത്തെ പള്ളി നവീകരിക്കുമ്പോൾ തന്നെ മുകളിലെ ദേവാലയവും നവീകരിച്ചിരുന്നു. പക്ഷെ ഇന്നത് മിലിറ്ററി സോണാണ്. നമുക്ക് അടുത്തു നിന്ന് നോക്കിയാൽ തന്നെ മുകളിൽ മതിലുകൾ കാണാം. ഈ കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്കറിയാം ഈജിപ്തിൽ നിന്ന് തൊട്ട് വരുമ്പോഴെല്ലാം മരുഭൂമിയാണ്. ജോർദാൻ താഴ്വരയിൽ എത്തുമ്പോഴാണ് ഫലഭൂഷ്ടമായ ഭൂമി കാണുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് 3-ാം പരീക്ഷണം നടക്കുക. പിശാച് ലോകത്തിന്റെ സർവമഹത്വവും കാണിച്ചുകൊണ്ട് അവനോട് താണു വീണ് കുമ്പിടാൻ ആവശ്യപ്പെടുന്ന സ്ഥലം. കർത്താവ് അവന് മറുപടി കൊടുക്കുന്നത് ദൈവവചനം കൊണ്ട് തന്നെയാണ്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. പരീക്ഷണമല്ല നമ്മുടെ മുമ്പിൽ വെക്കുന്ന ചോദ്യം. നമ്മൾ ജീവിക്കുന്നത് ഒത്തിരി ഓപ്ഷനുകളുള്ള മായിക ലോകത്താണ്. അവിടെ നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുണ്ട്. വിവേചനാധികാരം നമുക്കാണ്. കർത്താവ് വചനത്തിലൂടെയാണ് പ്രലോഭകനെ നേരിടുക. വചനത്തിൽ ശക്തി പ്രാപിച്ച് നന്മയെ തിരഞ്ഞെടുക്കുവാൻ, വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാക്കാൻ ഈ ക്രിസ്തുമസ് കാലഘട്ടം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴുന്നു.